മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ അകറ്റി നിർത്തേണ്ടവരെ അകറ്റി തന്നെ നിർത്തണം. അല്ലാതെ വീണ്ടും നിങ്ങളിലേക്ക് തന്നെ അടുപ്പിച്ചാൽ അത് നിങ്ങളുടെ നാശത്തിനല്ലാതെ വേറൊന്നിനും വഴിവെക്കില്ല. ഭക്തരെ ചതിച്ചവർക്ക് നിങ്ങളുടെ മുന്നിൽ ഭംഗിയായി ജീവിക്കാമെങ്കിൽ ചതിക്കാത്ത നിങ്ങൾക്ക് അവരുടെ മുന്നിൽ അതിലും നന്നായി ജീവിക്കാൻ കഴിയും. ഒരാളോട് ക്ഷമിക്കുന്നത് നിങ്ങളുടെ നല്ല മനസ്സാണ്. എന്നാൽ അയാളെ വീണ്ടും വിശ്വസിക്കുന്നത് നിങ്ങളുടെ മണ്ടത്തരമാണ്. ചില ആളുകൾ നിങ്ങളെ വിട്ടു പോയേക്കാം. എന്നാൽ അത് നിങ്ങളുടെ ജീവിതം എന്ന കഥയുടെ അവസാനമല്ല. അത് നിങ്ങളുടെ കഥയിലെ അവരുടെ ഭാഗത്തിൻ്റെ അവസാനം മാത്രമാണ്. ഭക്തരെ എത്രമാത്രം ഒറ്റപ്പെട്ടു പോയാലും മറ്റൊരാൾക്ക് ശല്യമാകാതിരിക്കുക. കാരണം ഒറ്റപ്പെടലിനേക്കാൾ വേദനയാണ് ഒഴിവാക്കലുകൾക്ക്. അനുഭവം ഏറ്റവും നല്ല അധ്യാപകനാണ്. പക്ഷേ ആരെക്കാളും ക്രൂരമായിട്ടായിരിക്കും അത് നിങ്ങളെ പഠിപ്പിക്കുന്നത്. പ്രായത്തിന് നിങ്ങളെ തളർത്താൻ കഴിയില്ല. ഇടർച്ചകൾക്ക് നിങ്ങളെ വീഴ്ത്താൻ കഴിയില്ല. നിങ്ങൾ വിജയിക്കുവാൻ ദൃഢനിശ്ചയമുള്ളവരാണെങ്കിൽ തോൽവിക്ക് പോലും നിങ്ങളെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല. ഭക്തരെ നിങ്ങൾ കരഞ്ഞു തീർത്ത കണ്ണീരിൽ സത്യമുണ്ടെങ്കിൽ നിങ്ങളെ സന്തോഷിപ്പിക്കും വിധം അതിനൊരുത്തരം ഉണ്ടാകുക തന്നെ ചെയ്യും. ഭക്തരെ നിങ്ങൾക്കുള്ളതാണെങ്കിൽ അത് നിങ്ങളിൽ നിന്നും അകന്നു പോകില്ല. നിങ്ങൾ നേടാൻ കൊതിച്ചതും വിധി നിങ്ങൾക്കായി കൽപ്പിച്ചതും തടസ്സങ്ങൾ മറികടന്ന് നിങ്ങളിലേക്ക് തന്നെ വന്നെത്തിയിരിക്കും. തിരക്ക് കൂട്ടരുത്. ഏത് കലങ്ങിയ വെള്ളവും കുറച്ചു നേരത്തെ കാത്തിരിപ്പിന് ശേഷം തെളിയും. ഭക്തരെ ഒരു ജന്മം മുഴുവൻ നന്മ ചെയ്താലും അറിയാതെ ചെയ്ത ഒരു പിഴവിൻ്റെ പേരിൽ നിങ്ങളെ വിധിക്കുന്നവരാണ് നിങ്ങൾക്ക് ചുറ്റും. ആർക്കും ആരുടെയും ആവശ്യമില്ല. തിന്മ പറയാൻ 1000 പേരുണ്ടാകും. ജീവിതത്തിലെ മോശമായ കാര്യങ്ങളെ മറക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ജീവിതത്തിലെ നല്ല കാര്യങ്ങളെ ഓർക്കുക എന്നതാണ്. ഭക്തരെ ഒരുമിച്ചിരിക്കുമ്പോൾ ചതിക്കുന്നവനേക്കാൾ വലിയ ശത്രു ഉണ്ടാകില്ല. നിങ്ങളുടെ തിന്മകൾ മുഖത്തു നോക്കി പറയുന്നവനേക്കാൾ വലിയ സുഹൃത്തും ഉണ്ടാകില്ല. കളവിലൂടെ, ചതിയിലൂടെ, വഞ്ചനയിലൂടെ കൂടുതൽ കൊയ്യാമെന്നും വെറും വ്യാമോഹം മാത്രമാണ്. അത്തരത്തിലുള്ള നേട്ടങ്ങൾ ഐശ്വര്യമറ്റതും അല്പായുസ്സുള്ളതുമായിരിക്കും. ഭക്തരെ പ്രതീക്ഷിച്ചിടത്തു നിന്ന് ലഭിക്കുമ്പോഴും ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കുമ്പോഴുമാണ് സ്നേഹം എന്ന വാക്കിന് മൂല്യമുണ്ടാകുന്നത്. സ്വന്തമാക്കുന്നതിന് മുമ്പുള്ള പ്രകടനമല്ല, സ്വന്തമായതിനു ശേഷമുള്ള ചേർത്തുപിടിക്കലാണ് സ്നേഹം. ബന്ധങ്ങൾക്ക് ഒരിക്കലും സ്വാഭാവിക മരണമില്ല. മനുഷ്യൻ്റെ പിടിവാശിയും പെരുമാറ്റവും അഹംഭാവവും ഒക്കെയാണ് അതിനെ കൊല്ലുന്നത്. ഭക്തരെ ആരെയും വാക്കുകളിലൂടെ അറിയാൻ ശ്രമിക്കരുത്. കാരണം അഭിനയിക്കാൻ ഏറ്റവും എളുപ്പം വാക്കുകളിലൂടെയാണ്. നിങ്ങളെ തെറ്റിദ്ധരിച്ചവരെ തിരുത്താൻ പോകാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങളെ മനസ്സിലാക്കിയവരുണ്ടാകും. അവരെ നഷ്ടപ്പെടുത്താതിരിക്കുക. ഭക്തരെ താങ്ങി നിർത്താൻ കൂടെ ഒരാൾ ഇല്ലെന്ന് തോന്നിയാൽ ഏതൊരു തളർച്ചയിലും സ്വയം ജീവിക്കാൻ പഠിച്ചു തുടങ്ങും. കൂടെ നടക്കാൻ ആരെങ്കിലുമുണ്ടോ എന്ന് നോക്കുന്നതിനേക്കാൾ നല്ലത് ഒറ്റയ്ക്ക് നിൽക്കാൻ ആത്മധൈര്യമുണ്ടോ എന്ന് സ്വയം വിലയിരുത്തുന്നതാണ്. ഭക്തരെ നിങ്ങൾ നിങ്ങളോട് തന്നെ സത്യസന്ധത പുലർത്തുക. കാരണം നിങ്ങളോട് സത്യസന്ധത പുലർത്തുന്നവർ വളരെ കുറവായിരിക്കും. ഭക്തരെ വാക്കുകൾ എപ്പോഴും സൂക്ഷിച്ചുപയോഗിക്കുക. കാരണം വേദനിക്കുന്ന ഹൃദയം എല്ലാവർക്കുമുണ്ട്. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.